نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിന്റെ അറബി പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അറബി പരീക്ഷ? അടിപൊളിയായിരുന്നു അല്ലേ? സെറ്റ് പരീക്ഷയായിരുന്നു. ഒന്നും ഇങ്ങോട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഈസി പരീക്ഷയായിരുന്നു. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് വളരെ ഈസി ഉള്ള ഒരു ചോദ്യ പേപ്പറാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറൊക്കെ ചർച്ച ചെയ്തവർക്ക്, അതേപോലെ തന്നെ ആ ചോദ്യ പേപ്പർ കണ്ട് പഠിച്ചവർക്കൊക്കെ നന്നായിട്ട് ഈ ഒരു പരീക്ഷയിൽ ഉത്തരം എഴുതാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇല്ലടാ മക്കളെ? അപ്പൊ നേരെ നമ്മൾ നോക്കുകയാണ്, നേരെ നമ്മൾ ചോദ്യത്തിലേക്ക് പോവാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്നുള്ളത് നിർബന്ധമുള്ള ഒരു കാര്യമാണ് അല്ലെ? അതേപോലെ തന്നെ 2 മുതൽ ബാക്കിയുള്ള 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിന് നമുക്ക് എന്ത് ചെയ്യാം, ഒഴിച്ചു വിടാം. ബാക്കി 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മാത്രം മതി. നമ്മൾ നേരെ നോക്കാൻ പോവാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫിഖറ കൊടുത്തിട്ടുണ്ട്. ആ ഫിഖറ വായിച്ച് നോക്കിയിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ കാണുന്നത് പോലെ തന്നെ ഒരു ഗദ്യഭാഗം തന്നിട്ട് ആ ഗദ്യഭാഗം വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അല്ലെ? നഖറഉൽ ഫിഖറ വനുജീബു. ദഹബ സാലിമുൻ മഅ ഉസ്റതിഹി ഇല സൂഖി മസാഅൻ. അല്ലേ? വൈകുന്നേര സമയത്ത് നമ്മുടെ സാലിം എന്ത് ചെയ്യാണ്? സൂക്കിലേക്ക് പോവാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? ഇസ്തറൽ അബുൽ ബൻതൊലൂൻ വൽ ഖമീസ് ലി സാലിം. അവർ എന്തൊക്കെ ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ് അല്ലേ? അപ്പോൾ ബൻതൊലൂനും ഖമീസും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ വൈസ്തറാലി ഉഖ്തിഹിൽ ലുഅബ, അവന്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ വാങ്ങിയത്? ലുഅബയും വാങ്ങിയിട്ടുണ്ട് അല്ലേ? ബഅദ തനാവുലിൽ അശാഇ, അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് റജഉ ഇലൽ ബൈതി ഫി സയ്യാറ, അവർ കാറിലാണ് എന്ത് ചെയ്തത്? വീട്ടിലേക്ക് മടങ്ങിയത്. ഇലാ ഐന ദഹബ സാലിമുൻ, ചോദ്യം വന്നിരിക്കുകയാണ് അല്ലെ? സാലിം എങ്ങോട്ടേക്കാണ് പോയത്? സൂഖിലേക്ക് അല്ലെ? അതേപോലെ തന്നെ മാദാ ഇസ്തറൽ അബുലി സാലിം, എന്തൊക്കെയാ വാങ്ങിയത്? ബൻതൊലൂനും ഖമീസും അല്ലെ? അതേപോലെ തന്നെ ഫി അയ്യി മർക്കബിൻ റജഉ ഇലൽ ബൈത്ത്, ഏത് വാഹനത്തിലാണ് അവർ വീട്ടിലേക്ക് പോയത്? ഫി സയ്യാറ, കാറിൽ അല്ലെ? ഇനി അടുത്ത ചോദ്യം വന്നിരിക്കുന്നുണ്ട്. താഴെ ബ്രാക്കറ്റിൽ അതിന്റെ ഉത്തരവുണ്ട് അല്ലെ? നമ്മളോട് നോക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മാദാ ഇസ്തറൽ അബു ലി ഉഖ്തി സാലിം, എന്താണ് വാങ്ങിയത്? എന്താ വാങ്ങിയത്? ബൻതൊലൂനാണോ, ഖമീസാണോ, ലുഅബയാണോ? എന്തായിരുന്നു നമ്മുടെ ഫിഖ്റയിൽ പറഞ്ഞത്? ലുഅബയാണ് അല്ലെ? അതേപോലെ തന്നെ അടുത്തത് മതാ റജഉ ഇലൽ ബൈത്ത്, എപ്പോഴാണ് വീട്ടിലേക്ക് മടങ്ങിയത്? എപ്പോഴായിരുന്നു? അവർ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം അല്ലെ മടങ്ങിയത്. അപ്പൊ ഡിന്നർ രാവിലെ കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഡിന്നർ എപ്പോഴാണ് കഴിക്കുന്നത്? ഡിന്നർ കഴിക്കുന്നത് രാത്രിയാണ്. അപ്പൊ രാത്രി എന്ത് ചെയ്യാണ്? രാത്രി അവർ മടങ്ങിയത്. ലൈലൻ എന്നാണ് രാത്രിക്ക് പറയുന്നത്. കഴിഞ്ഞു. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ കരടി ഫോട്ടോഗ്രാഫറെ കാണുന്നുണ്ട് അല്ലെ? കരടി ഫോട്ടോഗ്രാഫർ എന്ത് ചെയ്യാണ്? കുറെ ഫോട്ടോകളൊക്കെ അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്. ആ ഫോട്ടോകൾ എടുത്തതിൽ എന്തൊക്കെയാണ് സംഭവം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നോക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മവാരിദുൽ മിയാ അല്ലെങ്കിൽ ജലസ്രോതസ്സുകൾ ഏതൊക്കെയാന്നുള്ളത് പരീക്ഷയ്ക്ക് വരും. അതെന്തായാലും പഠിക്കണേ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആ സാധനമാണ് വന്നിരിക്കുന്നത് അല്ലടാ മക്കളെ? നോക്ക് നിങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു പാഠത്തിൽ മവാരിദുൽ മിയാ, ഖദറവാത്ത്, ഫവാക്കിഹ, ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് ആ ഒരു പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത് അല്ലേ? ഓക്കെ, അപ്പോൾ അത് പഠിച്ച കുട്ടിക്ക് അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും. ഒന്നാമത്തത് സവ്വറൽ ദുബു അൽ റൈനാണ്. രണ്ടാമത്തത് നെഹ്റാണ്, തോണിയൊക്കെ ഉള്ളത്. മൂന്നാമത്തത് നമുക്ക് ബിർക്കയാണ്. നാലാമത്തത് ബഹർ, കടലാണ്. അഞ്ചാമത്തത് ബിറാണ്. ഈ ഒരു സംഭവം വളരെ ഈസിയാണ്, ഒന്നുമില്ല, സിമ്പിൾ കാര്യമാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത ചോദ്യം നോക്കൂ. മൂന്നാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് നോക്കൂ. നുക്മിലുൽ മൻദൂമ. ഇവിടെ ഒരു മൻദൂമ, വരികൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മൾ ചെയ്യുന്നതാണ്, നമുക്ക് പരിചയമുള്ളതാണ്, എല്ലാം നമുക്ക് അറിയുന്ന ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇത് വളരെ ഈസിയാണ്. മാ ഉൻ ഫിൽ ബിഇരി മാ ഉൻ സ്വാഫിൻ ഫിൽ ബിഇരി മാ ഉൽ ബിഇരി ലിശ്ശുറുബി മാ ഉൽ ബിഇരി ലിൽ അസിലി. ഇനി അടുത്തതോ മാ ഉൻ ഫിൽ നഹിരി മാ ഉൻ സ്വാഫിൻ ഫിൻ നഹിരി. മോളുള്ള വരിയിൽ എന്താണോ താഴെ അവിടെ നെഹ്റ് മാറ്റി കൊടുക്കുക, ബിറിന്റെ സ്ഥാനത്ത് നെഹ്റാക്കി കൊടുക്കുക, അതേപോലെ തന്നെ ഐനു ആക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതേ സാധനം ഈച്ചക്കോപ്പി എന്നൊക്കെ പറയില്ല നമ്മൾ, ഈച്ചക്കോപ്പി ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് അടിക്കുന്ന പോലെ അതേപോലെ എടുക്കുക, ഇങ്ങോട്ട് എഴുതുക, എടുക്കുക, ഇങ്ങോട്ട് എഴുതുക, അത്ര തന്നെ. ഓക്കെ, റെഡി. അപ്പൊ മാ ഉൻ നെഹ്റിൽ ലിശ്ശുർബി മാ ഉൻ നെഹ്റിൽ ലിൽ അസിലി. ഇനി അടുത്തതോ മാ ഉൻ ഫിൽ ഐനി മാ ഉൻ സ്വാഫിൻ ഫിൽ ഐനി മാ ഉൽ ഐനി ലിശ്ശുർബി മാ ഉൽ ഐനി ലിൽ അസിലി. സിമ്പിൾ, ഈസി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്തതിലേക്ക് പോവാണ്. وصل بابو إلى السوق لشراء الخضروات والفواكه فدار بينه وبين بائع حوار. അങ്ങനെ ബാബുവും ബായവും തമ്മിലുള്ള ഹിവാറാണ് അല്ലേ? ഇത് ഈസി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ ഈസി വേറെ ഒന്നുമില്ല. സബാഹുൽ ഖൈർ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റാത്ത ആരാണ് ഇവിടെ ഉള്ളത്? സബാഹന്നൂർ അല്ലേ? നമുക്ക് മറുപടി പറഞ്ഞു കൊടുക്കാം, സബാഹന്നൂർ എന്ന് പറഞ്ഞു കൊടുക്കാം. മാതാ തബഈ, എന്താണ് വാങ്ങുന്നത്? എന്താ നിങ്ങൾക്ക് വേണ്ടത് അല്ലേ? എന്താ വേണ്ടത്? ഖദറവാത്ത് ആണ് വേണ്ടത് അല്ലേ? പച്ചക്കറികളാണ്. അയ്യ ഖദറവാത്തിൻ, ഏതൊക്കെ ഖദറവാത്തുകളാണ്? ത്വമാത്തിമ്,
ഖിയാറ്, ത്വമാത്തിമും ഖിയാറുമാണ്. അതുരീദു ഫവാക്കിഹ, നിങ്ങൾക്ക് ഫവാക്കിഹന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഫ്രൂട്ട്സ് കാര്യങ്ങളൊന്നും വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ് തൊബാൻ, എന്താണ് ഫ്രൂട്ട്സ്? എന്തെങ്കിലും 2 ഫ്രൂട്ട്സിന് ഇഷ്ടമുള്ള ഫ്രൂട്ട്സിന്റെ പേര് എഴുതി കൊടുക്കുക. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എഴുതി, മൗസു റുമ്മാൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ എഴുതിക്കോ. മുകളിലതാ പച്ചക്കറീൻ്റെത്, അതേപോലെ തന്നെ പച്ചക്കറി നമുക്ക് ഇഷ്ടംപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ 2 മാത്രം ഇഷ്ടമുള്ള ഏതാണോ 2 എഴുതി കൊടുക്കുക ഇല്ലേ. അത് കഴിഞ്ഞ് അഫ്വാൻ ഉണ്ട്, അഫ്വാൻ പറഞ്ഞാൽ ശുക്രാൻ അല്ലേ, മറുപടി പറയാം. എടാ മക്കളെ ഇത് കാർന്നാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ വീഡിയോന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഇന്നലെ ഒരു പോസ്റ്ററൊക്കെ ഇട്ടിട്ടില്ലായിരുന്നു, ഒരു കൊണ്ടോട്ടി ചെറിയൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പം ഞാനും നമ്മുടെ ഫായിസാറും കൂടെ എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് അവിടെ ഉദ്ഘാടനത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ കാർന്നാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് സ്പീഡ് കൂടുതലുണ്ടോ, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ആൻസർ ഏതായാലും കാണുന്നുണ്ടല്ലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് 5ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 5ാമത്തെ ചോദ്യം, അന നൗഉം മിനൽ മലാബിസ് ലി റിജ്ലാനി, ഡ്രസ്സുകളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, എനിക്ക് 2 കാലുണ്ട്. ആരാണത് പറയടാ. വൻത്വലൂനാണ്. അത് കഴിഞ്ഞിട്ട് മക്കളെ നോക്കടാ, അനത്വായിറുൻ, ഞാൻ പക്ഷിയാണ്, പക്ഷി അല്ലേ, ബേർഡ്, പക്ഷിയാണ്. ലൗനി അസ്വദ്, എൻ്റെ കളർ ബ്ലാക്ക് ആണ്. ഉനല്ലിഫുൽ ബി ആ ചങ്ങൻ്റെ പരിപാടി എന്താണ്, പരിസരമൊക്കെ അങ്ങനെ ശുദ്ധിയാക്കുന്ന ഒരു പരിപാടി ചങ്ങായിക്കുണ്ട്. ആരാണ് അയാള്? ഉറാബാണ് അല്ലേ. അത് കഴിഞ്ഞ് അടുത്തത്, അന ഖാദിമു മിനൽ ജബൽ, ഞാൻ മലമുകളിൽ നിന്നാണ് വരുന്നത്. അജ്രി ഇലൽ ബഹർ, ഞാൻ ഇപ്പോൾ കടലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ആരാണ് അയാള്? നെഹ്റാണ് അല്ലേ. ഇനി അടുത്തത്, അന ഫാക്കിഹ ലൗനി അസ്ഫർ, ഞാനൊരു പഴമാണ്, എൻ്റെ കളറ് യെല്ലോ ആണ്. ഏതാണത്? അപ്പൊ നമുക്ക് എഴുതി കൊടുക്കാം, അത് മൗസാണ്. ഇനി അടുത്തതോ, അന ഹുൽറ, ഞാൻ പച്ചക്കറിയാണ്. ലൗനി അഹ്മർ, എൻ്റെ കളറോ അഹ്മർ ആണ്. അപ്പൊ ഏതാണത്? അഹ്മർ ആവുമ്പോ ത്വമാത്തിമാണ്. അതേ ഉള്ളൂ അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത് ഉഷാറായിട്ട് നമുക്ക് വരച്ചു കൊടുത്ത് എഴുതി കൊടുത്തൂടെ. ഓക്കെ, റെഡി. അത് കഴിഞ്ഞ് അടുത്തതിലേക്ക് നമ്മൾ ഇവിടെ നോക്കൂ. ഇവിടെ ഒരു ചെറിയൊരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അന ലഖലഖുൻ, ഞാൻ ലഖലഖാണ്. അന ത്വായിറുൻ സ്വഈറുൻ, ഞാൻ ചെറിയൊരു പക്ഷിയാണ് അല്ലേ. അതേപോലെ തന്നെ ലൗനി അബിയൽ, എൻ്റെ കളറ് വൈറ്റ് ആണ്. ലി മിൻഖാറുൻ തൊവീലുൻ, നീളമുള്ളൊരു കൊക്ക് എനിക്കുണ്ട്. ഉഹിബ്ബു സമക്ക്, എനിക്ക് അതിന് എന്താണ് ഇഷ്ടം? മീനിനുണ്ടല്ലോ, മീനിനെയൊക്കെ പിടിച്ചൊന്നുമില്ല, അതെ മീനിനെ ഇഷ്ടമാണ്. അസ്കുനു അല ഷജറ, ഞാൻ മരത്തിൻ്റെ മുകളിലാണ് താമസിക്കുന്നത്. അടുത്തത് നോക്ക്, അടുത്തത് ബബുആൻ്റെതാണ്. അന ത്വായിറുൻ സ്വഈറുൻ അല്ലേ, അങ്ങനെ എഴുതിക്കൂടെ. ചെറിയ പക്ഷിയാണ് ബബുആ. വലിയ പക്ഷിയാ ഒട്ടക പക്ഷിനെ പോലെയുള്ള പക്ഷിയാണോ? അല്ല, ചെറിയ പക്ഷിയാണ് ബബുആ അല്ലേ. അന ത്വായിറുൻ സ്വഈറുൻ, ഞാൻ ചെറിയ പക്ഷിയാണ്. ലൗനി അഖ്ളർ, എൻ്റെ കളറ് പച്ചയാണ്. ലി മിൻഖാറുൻ ജമീലുൻ, എനിക്ക് എന്തുണ്ട്? മിൻഖാറുൻ ജമീലുൻ, നല്ല സുന്ദരമായിട്ടുള്ള ഒരു കൊക്കുണ്ട് ഇല്ലേ, നല്ലൊരു കൊക്കുണ്ട് അല്ലേ, ചുവന്നിട്ടുള്ള അല്ലേ. ഉഹിബ്ബു ഫവാക്കിഹ, അതിനെന്ത് ഇഷ്ടമാണ്? അതിനെന്താ ഇഷ്ടം? പഴങ്ങളൊക്കെ ഇഷ്ടമാണ് അല്ലേ. അസ്കുനു അല ഷജറ, മരത്തിൻ്റെ മുകളിൽ പൊത്ത് തന്നെയാണ് താമസിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ചോദ്യ പേപ്പറാണ്? എങ്ങനെയുണ്ട് നിങ്ങൾ പറയും, എങ്ങനെ പറയും? ഉഷാർ ചോദ്യ പേപ്പർ അല്ലേ, അടിപൊളിയല്ലേ. 25 25 മാർക്ക് എല്ലാവർക്കും കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇല്ലടാ മക്കളെ, നാളത്തെ പരീക്ഷ മാത്സ് ആണ്. അടിപൊളിയായിട്ട് സെറ്റായിട്ട് പോയിട്ട് പരീക്ഷ ചെയ്ത് മാത്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്, മാത്സിൻ്റെ ചോദ്യ പേപ്പറുകൾ എല്ലാം നമ്മുടെ ചാനലിൽ റെഡിയാണ്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ സാധനം എന്ന് പറയുന്നത് ഈ വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങൾ ഗ്രൂപ്പിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളൊരു സ്റ്റാറ്റസ് ഇടുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്ത് നമുക്കറിയാലോ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കടാ. ഒരു സബ്സ്ക്രൈബ് എല്ലാം ചെയ്തിട്ടേക്ക്. ഓക്കെ, ഒരു ലൈക്ക് മറന്നു വേണ്ട. ഓക്കെ, റെഡി. അപ്പോൾ അടുത്തുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ, സീ യു.